ഹലോ, ഇന്ന് തേങ്ങ കൊണ്ടൊരു പരിപാടി കേട്ടോ. എന്താ വെച്ചാൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണേ. എൻ്റെ അനിയനെ പുറത്തായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണതാണേ. ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂട ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ചീരുള്ളി, ഇഞ്ചി, വറ്റൽമുളക് ഇടുക കേട്ടോ. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ മൊത്തം 5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കണത്. ഇവിടെ വിറകടുപ്പിലാണ് ഉണ്ടാക്കണത്. കാരണം തേങ്ങ നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോഴേ അത് ഒരുപാട് കാലം കേട് വരാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഈ പരിവാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ഇട്ടെടുക്കുന്നത് കാശ്മീരിയാണ്. കാരണം എരിവ് കുറവായിരിക്കും, പിന്നെ നല്ല കളറും കിട്ടുമല്ലോ. ആ കളറിന് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ ടെൻഡൻസി കൂടും കേട്ടോ. എന്നിട്ട് മുളക് പൊടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കാരണം അതിൻ്റെ കുത്തലുണ്ടല്ലോ, ആ മുളക് പൊടിയുടെ കുത്തലൊക്കെ നന്നായിട്ട് മാറി കിട്ടണേ. പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, അത്യാവശ്യം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ ഈ പരുവത്തിൽ കുറച്ച് പുളി ചേർത്തെടുക്കണേ. പുളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. കാരണം പുളി കട്ട കുത്തരുത്. കാരണം നമ്മൾ മിക്സിലടിക്കുമ്പോഴേ കട്ട കുത്താൻ പാടില്ല. ഞാൻ ഇതെല്ലാം ഈ 5 തേങ്ങ വറുത്തിട്ടും എനിക്കിതാ ഈ ഒരു പ്ലേറ്റിലാണ് കിട്ടിയത്. അത്രയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല തുടച്ച് വെച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പൊടിക്കുമ്പോൾ ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല എത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. കാരണം അതിൻ്റെ സ്മെല്ലും ആ കളറൊക്കെ കണ്ടപ്പോഴേ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഇതിൻ്റെ കണ്ണന് കൊടുക്കണേക്ക് മുന്നേ, കണ്ണൻ്റെ അനിയനാട്ടോ, അവന് കൊടുക്കണേക്ക് മുന്നേ നമ്മൾ സ്ഥിരം പരീക്ഷണ വസ്തുവിന് ഇത് കഴിക്കാൻ കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ ഇതിനായിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു വിഭവമൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളെ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിലുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചട്ടിക്കിട്ട് 2 തട്ട് 2 കൊട്ട്, അതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തലയ്ക്കൊരു അളക്കുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ആൾക്ക് ഇഷ്ടപ്പെട്ടതും തല കൊണ്ട് ഇങ്ങനെ ആദ്യം 2 ഷെയ്ക്ക്, എന്നിട്ട് കാര്യം പറയുള്ളൂ കേട്ടോ. പിന്നെ ദിനേട്ടൻ്റെയും അതുപോലെ തന്നെ എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ല കുത്തരി ചോറുക്കി ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മോരോ തൈരോ കൂട്ടി കുഴച്ച് കഴിക്കുക കേട്ടോ. അതിൻ്റെ സ്വാദ് വേറൊരു ലെവൽ സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തൊക്കെ കേട്ടോ വീട്ടിൽ ചമ്മന്തിപ്പൊടി. കാരണം നമുക്ക് എപ്പോഴെങ്കിലും അർജൻറ്റായിട്ട് എവിടേക്കെങ്കിലും പോകണൊക്കെ ഉണ്ടെങ്കിൽ വേറെ കൂട്ടൊന്നും ഉണ്ടാക്കേണ്ട, ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നീട് വരാം. ബൈ.